നോക്കണേന് 4 നിബന്ധനയാണ് പഴയ കാലത്ത്. അത് ഇപ്പോൾ ഒന്നും കൂടി കയറിയിട്ടുണ്ട്. അപ്പോൾ ആ 4 ഞാൻ ചെറുങ്ങനെ ഒന്ന് വിശദീകരിക്കാം, അല്ലാതെ ജാസ്തി വിശദീകരിക്കാതെ. അപ്പോൾ 4 എന്താണെന്നറിയോ? അത് പഴയ കാലത്ത് ഉള്ളത് തന്നെയാണ്. ആദം നബി അലൈഹി സ്വലാം ഇവിടെ ഇറങ്ങിയത് മുതൽ, നമ്മളെ വല്യാപ്പ ഇറങ്ങിയത് മുതൽ ഉള്ളതാണ് ഈ 4 നിബന്ധന. അത് ഖുർആനിൽ പറഞ്ഞ് ഖുർആനിൽ പറഞ്ഞ് അതിനെപ്പറ്റി നിങ്ങൾക്ക് വലൈക്കും സലാം റഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആനിൽ പറഞ്ഞതനുസരിച്ച് നമ്മളെ KG രാഘവൻ നായർ ഒരു വിശദീകരണം ഇറങ്ങി. സത്യവിശ്വാസികൾക്കായി നാം ആദിയിൽ സജ്ജമാക്കിയിടി നാം മക്കയിൽ മന്ദിരം ശ്രേഷ്ഠമാം ഈ പുരം സർവർക്കും ഒന്നുപോൽ മാർഗപ്രചോദനം നൽകിയിടും ഭാവിയിൽ. ഇത് ഖുർആൻ്റെ ആയത്താണ്. അവല ബൈത്തിന് ഉദയ ഇന്നാസിൽ ഇല്ലദീവി പക്കത്തെ മുബാറക്കൻ ഹുദല്ലിൽ ആലമീൻ. കാബത്തിൽ കുറ്റിയടിച്ച ആ കഥ വിധിക്കൊണ്ടാണ് പല തഫ്സീറുകളും എഴുതുന്നത്. അത് KG രാഘവൻ നായർ ഇങ്ങനെ പാടി. അയാളെ ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടപ്പോൾ അയാൾ പറഞ്ഞപ്പോൾ പറഞ്ഞത് എന്താണെന്നറിയോ? തങ്ങളെ ഇതൊക്കെ ആദ്യം തന്നെ ഉള്ളതാ. അയാൾ നല്ല വിദ്യാഭ്യാസമുള്ള അയാളൊരു പുസ്തകം എൻ്റെ അടുത്തുണ്ട്. അങ്ങനെ ആ കാര്യങ്ങൾ അങ്ങനെ 4 കാര്യമാണ്. ഒന്ന് കണക്ക്, കണവ്, ദാനം, ദിശ. ഇത് മുഴുവൻ കഅബത്തിനുണ്ട്. കഅബത്തിൽ പോയവർക്കറിയാം. അവിടെ സാധുർവാനൊക്കെ ഉണ്ട്. അതിങ്ങനെ വാങ്ങിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ സിസ്റ്റം. അപ്പോൾ കണക്ക്, കണവ്, ദാനം, ദിശ. ഇപ്പോൾ ഇവിടെ അടുത്ത് ഒരു നിയമം കൂടി വന്നിട്ടുണ്ട്, പഞ്ചായത്ത് ബിൽഡിംഗ് ആക്ട്. ഇൻഷാ അല്ലാഹ് അത് ആ രൂപത്തിലാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നതും നമ്മൾ ഉണ്ടാക്കുന്നതും. ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഈ കണക്കിൽക്കും ഈ കണവിൽക്കും ഇതൊക്കെ തിരിയാണ്. ഈ കടലാസിൽ എങ്ങനെയാണ് ഇതിൻ്റെ കണക്കൊക്കെ ഇരിക്കുന്നത് നിൽക്കുക. ഇൻഷാ അല്ലാഹ്.